എന്താ കഴിക്കാത്തെ? വേണ്ടായോ? ഒരു രുചിയും തോന്നുന്നില്ല പളനി. ഇതിന് ഇത്രയൊക്കെ രുചിയേ ഉള്ളൂ. ഞങ്ങൾക്കിത് പഞ്ചാമൃതമാ. ദുരിതങ്ങൾ തിന്നാൻ പിറന്നവരാ ഞങ്ങൾ. എന്നാൽ നീ അതല്ല. സുഖങ്ങളുടെ നടുവിൽ നിന്ന് ദുരിതങ്ങൾ തേടിയിറങ്ങിയവരാ. അനുഭവിച്ച് പഠിച്ചോ, മറക്കത്തില്ല. നല്ല ഒന്നാന്തരം പാടവാ. ചാരി നിന്നൊരു വിളി കേൾക്കാതെ പടികടന്നിറങ്ങിയ ബാല്യം. ഇതൂടി കഴിക്കും മോനെ. വേണ്ടാന്ന് പറഞ്ഞ കേക്കില്ല. നാശം. അയ്യോ അമ്മേ, എന്റെ ഡ്രസ് കണ്ടില്ലേ? അപ്പൂപ്പ ഇത് കണ്ടോ? അമ്മേ അപ്പൂപ്പ, എന്റെ സ്കൂൾ ബസ് ഇപ്പൊ വരും. ഞാൻ ഇതൊക്കെ മാറ്റിട്ട് എപ്പോഴാ സ്കൂളിൽ പോണേ? സ്കൂളിൽ നിനക്ക് വേണമെങ്കിൽ പോയാ മതി. സാരമില്ല മോളെ, മോള് പോയി വേഗം ഡ്രസ്സൊക്കെ മാറ്റ. കണ്ണുനീരിൻ കൈപ്പറിഞ്ഞു കാറ്റിലുലയും ദീപം പോലെ ഇരുളിൽ മിന്തും നോവു പോലെ അലയും മണ്ണിലൊരു മണൽ തരി. വിശപ്പിൻ വിളിയിൽ വയറൊട്ടി തിരക്കേറിയ വീതിയിൽ തനിച്ചായി. ചൂടുള്ള വെയിലിൽ നിഴലറ്റുപോയി. കൂട്ടിനാരും ഇല്ലാത്ത ലോകം. കണ്ട മുഖങ്ങൾ അപരിചിതം, കാണാത്ത ലോകം ഭയാനകം. എങ്ങു പോകണം എന്നറിയാതെ. എപ്പോഴും കൊഞ്ചിച്ചും വാത്സല്യം കാണിച്ചും അമ്മ തന്നെ ഏട്ടനെ വഷളാക്കുന്നേ അല്ലേ അപ്പൂപ്പ? മിഥുന്റെ അമ്മയുടെ നക്ഷത്രങ്ങളുടെ പൊരുത്തമാ മോളെ. അപർണ, നീയൊന്ന് ശബ്ദം ഉണ്ടാക്കാതിരി. മോനൊന്ന് ഉറങ്ങട്ടെ. ഓ വാ അപ്പൂപ്പ, നമുക്ക് പോകാം. ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഇന്ന് പറയണം കേട്ടോ. വാ മോളെ. തിരികെ പോകാം കൊതിച്ചിട്ട്